ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ഇൻ്റർവീൻ ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ നേപ്പാൾ മുമ്പിലിരിക്കുന്ന കറക്റ്റ് പാഠമാണ്. അവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഈ രാഷ്ട്രീയം അവരുടെ പാർട്ടി ഓഫീസിൽ അടിച്ചു പൊളിച്ചു. അത് നാശമായി. നേപ്പാളി കോൺഗ്രസ് അവരുടെ ഘടകകക്ഷി അവരുടെ നശിപ്പിച്ചു. അവിടുത്തെ പട്ടാളം നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ. എന്നിട്ട് പ്രധാനമന്ത്രി തന്നെ പട്ടാളത്തോട് പറയാണ് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യാൻ. ഇതാണ് ഇഷ്യൂ. ഇതാണ് പറഞ്ഞത്, ജനത്തെ തോൽപ്പിച്ച് അവരെ അടിച്ചമർത്തി അവരെ നശിപ്പിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ജനാധിപത്യം. ഇത് ഇറാനൊന്നുമല്ല, അറേബ്യൻ രാജ്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ജനാധിപത്യം അനുഭവിച്ച രാജ്യത്തെ യുവതലമുറ അവർക്ക് ഈ പറയുന്ന നിങ്ങൾ ഈ കൊട്ടി ആഘോഷിക്കുന്ന നാഷണലിസവും താല്പര്യമൊന്നുമില്ല. അവരെ നാഷണലിസ്റ്റ് ഒക്കെ ഉണ്ട്, അവർക്ക് പാട്രിയോട്ടിക്കാണ്. കാരണം നേപ്പാളിൽ കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയെക്കാളും പാട്രിയോട്ടിസം ഉള്ളവനാണ് നേപ്പാളി കമ്മ്യൂണിറ്റി നേപ്പാളിനോട്. പക്ഷെ അവൻ്റെ കാര്യത്തോട് കയറി അവൻ്റെ ഹോപ്പും പ്രതീക്ഷയും മാറ്റിക്കഴിഞ്ഞിട്ട് വെറുതെ തള്ളും ബോധി മീഡിയ മാത്രമാണെങ്കിൽ അവൻ എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ളത് കണ്ടോണം. അതിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ഫോഴ്സിനും ആർമിക്ക് പോലും കഴിഞ്ഞില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇന്ത്യയിൽ നിർഭയ ഇഷ്യൂ ആണ്. ഡൽഹിയിൽ ആ റാലി കയറി വന്നപ്പോൾ ഞാൻ ഭയന്ന് പോയി. ചിലപ്പോൾ ഇത് കയറി സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും പിടിച്ചടക്കുമോ. പിന്നീട് ഗവൺമെൻറ് പെട്ടെന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പെട്ടെന്ന് സംഭവത്തിലോട്ട് ഇടപെടാൻ തുടങ്ങി.